ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ അനാചാരങ്ങളും ക്ഷേത്ര ദർശനത്തിലടക്കമുള്ള അലിഖിത നിയമങ്ങളും ഇല്ലാതാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ്. അത്തോളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രഥമ സൂര്യകിരീടം അവാർഡ് സമർപ്പണം. പതിനായിരം FPO മേള 2025 പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട്ട് സംസ്ഥാനതല FPO മേള ഫെബ്രുവരി 21 മുതൽ 23 വരെ. പയ്യാനക്കൽ കോയവളപ്പിൽ നിർധന കുടുംബത്തിലെ വീട്ടമ്മയ്ക്ക് CSCO അഭയം പദ്ധതിയിൽ വീടൊരുങ്ങുന്നു. ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ അലോക ഫെബ്രുവരി 22-ന്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സമൂഹത്തിലെ അനാചാരങ്ങൾ ഇല്ലാതാക്കണമെന്നും ക്ഷേത്ര ദർശനത്തിലടക്കമുള്ള അലിഖിത നിയമങ്ങൾ ഇല്ലാതാക്കാൻ സർക്കാർ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഈ ആവശ്യമുന്നയിച്ച് ഫെബ്രുവരി 21-ന് കോഴിക്കോട്ട് ആചാര പരിഷ്കരണ പ്രാർത്ഥനാ യാത്ര നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അതുപോലെ തന്നെ കൊച്ചി ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷർട്ട് ഊരിക്കൊണ്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്നുള്ള അലിഖിതമായ ഒരു അനാചാരം നിലനിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ പരിശോധിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ ക്ഷേത്രപ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും ആ ദുരാചാരം നിലനിൽക്കുകയാണ്. ക്ഷേത്ര ദർശനത്തിനായി വരുന്നവരുടെ മേൽവസ്ത്രം ഊരൽ സമ്പ്രദായം അവസാനിപ്പിക്കുക, താന്ത്രിക വിദ്യ പഠിച്ചിട്ടുള്ള എല്ലാ വിഭാഗങ്ങളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് യോഗ്യതാടിസ്ഥാനത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ പൂജാരിമാരെ നിയമിക്കുക, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ വരുന്ന ജോലിയൊഴിവുകളിൽ ജനസംഖ്യാനുപാതികമായി സംവരണ നിയമം പാലിച്ച് നിയമനം നടത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആചാര പരിഷ്കരണ പ്രാർത്ഥനാ യാത്ര നടത്തുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡ് ആസ്ഥാനങ്ങളിലേക്ക് പ്രാർത്ഥനാ യാത്രയും യോഗം ചേർന്ന് മെമ്മോറാണ്ടം സമർപ്പണവും നടത്തുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി 21-ന് ഗുരുധർമ്മ പ്രചാരണ സഭയുടെ നേതൃത്വത്തിൽ എരഞ്ഞിപ്പാലം മലബാർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് പ്രാർത്ഥനാ യാത്രയും മെമ്മോറാണ്ട സമർപ്പണവും നടത്തും. പ്രാർത്ഥനാ യോഗത്തിന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമികൾ, ശാരദാനന്ദ സ്വാമികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ ഗുരുധർമ്മ പ്രചരണ സഭ രജിസ്ട്രാർ KT സുകുമാരൻ, യുവജന വിഭാഗം ചെയർമാൻ രാജേഷ് സഹദേവൻ, ജില്ലാ സെക്രട്ടറി PP രാമനാഥൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അത്തോളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി അനുസ്മരണം സൂര്യകിരീടം 2025 സംഘടിപ്പിച്ചു. പ്രഥമ സൂര്യകിരീടം അവാർഡ് ഗാനരചയിതാവ് മനു മഞ്ജിത്തിന് സംവിധായകൻ VM വിനു സമ്മാനിച്ചു. പാട്ടെഴുത്തിന്റെ പുത്തൻ കാലം മലയാളിക്ക് സമ്മാനിച്ച ഗിരീഷ് പുത്തഞ്ചേരി ഓർമ്മയായിട്ട് 15 വർഷം പിന്നിട്ടു. അത്തോളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. സംവിധായകൻ VM വിനു ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് ഒരു പാട്ട് എഴുതാൻ മറിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉയർത്തി മാറി 2 ദിവസം കിടക്കട്ടെ, ഫുഡ് കഴിച്ച് കിടക്കാൻ ഇപ്പോഴല്ലേ കിട്ടുള്ളൂ എന്നുള്ള രീതി ആഘോഷിച്ച് അതിന്റെ ചിക്കൻ 65 വാങ്ങി തലകുത്തി മറയുന്ന പരിപാടി ഗിരീഷിനില്ലായിരുന്നു. പക്ഷേ ആകുമ്പോഴേക്കൊരു 3-4 ഡയറക്ടേഴ്സിന് വേണ്ടിയിരിക്കുന്ന 4-5 പാട്ട്, അങ്ങനെ സിനിമ 4-5 പാട്ടില്ല 5 പാട്ട് എഴുതി കൊടുത്ത് പോയിട്ടുണ്ടാവും. എല്ലാ കറക്ഷനും കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. ആർക്കും ഗിരീഷ് ഒരു ബാധ്യതയല്ലായിരുന്നു. അത്തോളി ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ പ്രഥമ സൂര്യകിരീടം അവാർഡ് VM വിനുവിൽ നിന്നും ഡോക്ടർ മനു മഞ്ജിത്ത് ഏറ്റുവാങ്ങി.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാജൻ അധ്യക്ഷയായി. ചിത്രകാരൻ ശ്രീജിത്ത് അത്തോളി നിർമ്മിച്ച ഗിരീഷ് പുത്തഞ്ചേരിയുടെ പ്രതിമ VM വിനു ഏറ്റുവാങ്ങി. തുടർന്ന് ലൈബ്രറി വനിതാ വേദിക്ക് വേണ്ടി ലൈബ്രറിയൻ CK സബിതയ്ക്ക് കൈമാറി. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ലീലാവതി ടീച്ചർ, വിനോദ് അത്തോളി, കബനി, അശ്വിനി അജീഷ്, C റിയോന, ശിവതീർത്ഥ, സീതാലക്ഷ്മി എന്നിവരെ അനുമോദിച്ചു. ഗാനാലാപനം മത്സരത്തിൽ വിജയിച്ച കിൻഷ മേപ്പയൂർ, അജിത് പണിക്കർ, മിഥുൻ മോഹൻ എന്നിവർക്ക് ബീന പുത്തഞ്ചേരി മൊമന്റോയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK റിജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീബ രാമചന്ദ്രൻ, സുനീഷ് നടുവിലയിൽ, AM സരിത, പുത്തഞ്ചേരിയുടെ സഹോദരൻ മോഹനൻ പുത്തഞ്ചേരി, KM അഭിജിത്ത്, ജനറൽ കൺവീനർ സുനിൽ കൊളക്കാട്, V രാജേഷ് കുമാർ, അജീഷ് അത്തോളി എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 10,000 FPO മേള 2025 പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട്ട് സംസ്ഥാനതല FPO മേള സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 21 മുതൽ 23 വരെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന മേള മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ അധികൃതർ അറിയിച്ചു. ഈ പ്രോഗ്രാമിന്റെ മേളയിൽ 3 ദിവസങ്ങളിലായാണ് പ്രോഗ്രാം നടത്തുന്നത്. ആദ്യ ദിവസം രാവിലെ ലൊക്കേഷൻ പ്രോഗ്രാമും അത് കഴിഞ്ഞ് പ്രധാന അജണ്ടയായ B2B മീറ്റും കൂടെ ഈ മേളയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അഗ്രി ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന കർഷകരും അതുപോലെ കർഷക സംഘങ്ങളും അതോടൊപ്പം തന്നെ FPOകളും പിന്നെ വ്യവസായ പ്രമുഖരും കൂടി ചേർന്ന് ഒത്തുചേരുകയും ഒരു വിപണന ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയും അത് തുടർന്നും സ്ഥിരമായ ഒരു വിപണന ശൃംഖല അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് B2B മീറ്റ് സംഘടിപ്പിക്കുന്നത്. ബിസിനസ് കേരളത്തിലെ കാർഷിക മേഖലയുടെ സമഗ്ര വളർച്ചയ്ക്കും സംരംഭകത്വം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, വിപണി ലക്ഷ്യമാക്കിയുള്ള ഉൽപാദന പ്രക്രിയ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് കോഴിക്കോട് സംസ്ഥാനതല FPO മേള സംഘടിപ്പിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. ചെറുകിട കർഷകർ, കർഷക കൂട്ടായ്മകൾ, FPOകൾ എന്നിവരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഉൾപ്പെടുത്തി ഫെബ്രുവരി 21 മുതൽ 23 വരെ 3 ദിവസങ്ങളിലായാണ് കോഴിക്കോട് FPO മേള ഒരുക്കിയിരിക്കുന്നത്. മന്ത്രി P പ്രസാദ് മേള ഉദ്ഘാടനം ചെയ്യും. ബിസിനസ് ടു ബിസിനസ് ഇടപെടലുകൾ, 70-ൽ പരം സ്റ്റാളുകൾ, കേര ഉൽപാദന സഖ്യ സംരംഭത്തിന് തുടക്കം കുറിക്കൽ, ടെക്നിക്കൽ സെഷനുകൾ, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയുടെ പ്രത്യേകതകളെന്ന് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ രജനി മുരളീധരൻ, ആത്മ പ്രൊജക്ട് ഡയറക്ടർ സപ്ന S, ഡെപ്യൂട്ടി ഡയറക്ടർ സീമ BJ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പയ്യാനിക്കൽ കോയവളപ്പിൽ നിർധന കുടുംബത്തിലെ വീട്ടമ്മയ്ക്ക് വീടൊരുങ്ങുന്നു. CSCO അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തറക്കല്ലിട്ടത്. പയ്യാനക്കൽ കോയവളപ്പിൽ 3 സെന്റ് ഭൂമിയിൽ 600 സ്ക്വയർ ഫീറ്റ് വീടാണ് വീട്ടമ്മയ്ക്കായി ഒരുക്കുന്നത്. CSCO അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തറക്കല്ലിട്ടു. കാനഡയിലെ പ്രമുഖ മലയാളി വ്യവസായി എഞ്ചിനീയർ PS അബ്ദുൽ നാസർ, PK അബൂബക്കർ, EV മുഹമ്മദ് കോയ എന്നിവർ ചേർന്ന് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്സ് അതിൽ ഏറ്റവും വലുതാണ് ഷെൽട്ടർ. അത് ഓരോരുത്തരുടെയും ഒരു സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ CSCOയുടെ ഈ പദ്ധതി, അഭയം പദ്ധതി, നിങ്ങളതിന് സ്ട്രക്ചറാണ് നൽകുന്നതെങ്കിലും അത് താമസിക്കാൻ വന്ന കുടുംബത്തിന് അതൊരു തണലും സന്തോഷവും സ്നേഹമുള്ള ഒരു ഭവനമാണത്. CSCO പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, വൈസ് പ്രസിഡന്റ് K നൌഷാദ് അലി, സെക്രട്ടറി CPM സയ്യിദ് അഹമ്മദ്, അഭയം ചെയർമാൻ കെൻസ ബാബു, കൺവീനർ PM മെഹബൂബ്, CKV മുസ്തഫ, PN വലീദ്, BV മാമുക്കോയ, EV മാലിക്, ആദം കാതിരിക്കയം, പ്രൊഫസർ ഷഹദ് ബിൻ അലി, സന്നാഫ് പാലക്കണ്ടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് കോഴിക്കോടിന്റെ സുവർണ ജൂബിലി ആഘോഷം അലോക ഫെബ്രുവരി 22 നടക്കും. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടികൾ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ കോളേജിൽ 75 തുടങ്ങിയിട്ടുള്ള കോളേജിലെ അക്കാലത്ത് പഠിച്ച ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥികളെയും അക്കാലത്തും ഇതുവരെ സേവനമനുഷ്ഠിച്ച മുൻ പ്രിൻസിപ്പൽമാരെയും ഒക്കെ ആദരിക്കുന്ന പ്രത്യേകമായ ചടങ്ങുകൂടി ഇതിലൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അലോക് സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഫെബ്രുവരി 22 കോളേജ് ഓഡിറ്റോറിയത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. MLA തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷനാകും. MP MK രാഘവൻ വെസ്റ്റ് ഹില്ലിൽ ആരംഭിക്കുന്ന കോളേജിന്റെ പെരിഫറൽ യൂണിറ്റ് ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ കോളേജിന്റെ സ്ഥാപക സമയത്തുണ്ടായിരുന്ന അധ്യാപകർ, അനധ്യാപകർ, ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ, കോളേജിലെ വിരമിച്ച പ്രിൻസിപ്പാൾമാർ എന്നിവരെയും ആദരിക്കും. തുടർന്ന് വിദ്യാർത്ഥികളും ജീവനക്കാരും സംഘടിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ P. കൃഷ്ണൻ, കൺവീനർ ഡോക്ടർ സനിൽകുമാർ MC, ഡോക്ടർ നിമ്മി മോൾ KL, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജയശ്രീ നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഫെബ്രുവരി 22 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്കാണ് എത്തുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ കർമ്മ പദ്ധതികൾക്കാണ് അതിന്റെ ഉദ്ഘാടനം കൂടിയാണ് നമ്മുടെ സുവർണ ജൂബിലി അനുബന്ധിച്ച്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കോഴിക്കോട്ട് നടന്നു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കോഴിക്കോട്ട് നടന്നു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PC കിഷോർ അധ്യക്ഷനായിരുന്നു. തുടർ വിദ്യാഭ്യാസ പരിപാടി KM സച്ചിൻ ദേവ് MLA ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെല്ലാം സമീപിക്കാം. വളരെ തുറന്ന അനുഭാവപൂർവമായ സമീപനം ഞങ്ങളിൽ നിന്നുണ്ടാകും. നമുക്ക് ഒറ്റക്കെട്ടായി നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അണിചേരാം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസ്മരിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. സംസ്ഥാന പ്രസിഡന്റ് K. ബാബു, ജനറൽ സെക്രട്ടറി ഷരീഫ് പാലോളി, ഫൈസൽ നന്നാട്ട്, ക്ഷേമനിധി ഓഫീസർ T. ലത, CITU ജില്ലാ സെക്രട്ടറി M. ഗിരീഷ്, INTUC ജില്ലാ പ്രസിഡന്റ് K. രാജീവ്, TA. രാജീവൻ, AK. ജമാലുദ്ദീൻ, നളിനി മോഹൻദാസ്, ശ്രീജിത്ത് G. നായർ എന്നിവരും സംസാരിച്ചു. മെഡിക്കൽ ടെക്നീഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം 99% സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ളവരാണ്. ഈ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചു വന്നവരെ സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ KPMDA 95 ഉടലെടുത്തപ്പോൾ നമ്മൾ തൊഴിലാളി സംഘടനകളിൽ അല്ലെങ്കിൽ തൊഴിലാളി മുതലാളി തർക്കം പരിഹരിക്കാനല്ല നമ്മൾ മുന്നോട്ട് വന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻസ് സംസ്ഥാനതല സെമിനാർ കോഴിക്കോട്ട് സംഘടിപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻസ് സംസ്ഥാനതല സെമിനാർ കോഴിക്കോട്ട് നടന്നു. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൺവീനർ KV സുധീർ കുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PU മുരളീധരൻ, സെക്രട്ടറി ജനറൽ ശിവജി ബസിറെഡ്ഡി, KN ഖാദർ, MS ചന്ദ്രബാബു, PK മുരളീധരൻ, നെവിൻ പോൾ, PK മഹേഷ് എന്നിവരും സംസാരിച്ചു. How much drastic steps are going on our Department of Post, like establishment review, that is rationalization of staff, and merger and downsize or abolition of mail sections, and in the name of IDC department want to divide postmen from the post office and insurance, banking. There are so many changes are going to happen in very near future. So it is the real time to show our unity and put our agitation against the anti-labor policies, against the anti-public
decisions taken by the government. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ചെറുട്ടി റോഡ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ കരകം വെക്കൽ ഉത്സവവും വലിയ പൂജയും 3 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ നടന്നു. പ്രഭാഷണവും മറ്റ് വിശേഷാൽ പൂജകളും ഉത്സവ ദിവസങ്ങളിൽ സംഘടിപ്പിച്ചു. കോഴിക്കോട് ചെറുട്ടി റോഡ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള പ്രധാന ഉത്സവങ്ങളാണ് കരകം വെക്കലും വലിയ പൂജയും. മഹാഗണപതി ഹോമത്തോടെ കരകം വെക്കൽ ചടങ്ങുകൾ ആരംഭിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം കരകം വെക്കാനുള്ള പുറപ്പാടും കരകം എഴുന്നള്ളിപ്പും, തുടർന്ന് ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്തമഗുരുതിയും അടച്ചുപൂജയും നടന്നു. രണ്ടാം ദിവസം വിനോദ് മങ്ങത്തായിയുടെ പ്രഭാഷണവും പ്രത്യേക പൂജകളും ഉണ്ടായിരുന്നു. വലിയ പൂജ ഉത്സവത്തോടനുബന്ധിച്ച് 3-ാം ദിവസം കലശപൂജയും നടന്നു. തായമ്പകയും ഭജനയും അരങ്ങേറി. മാവിളക്കിന് പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, അടച്ചുപൂജ, തിടമ്പെഴുന്നള്ളിപ്പ്, തിളഗുരുതി എന്നിവയും വലിയ പൂജയുടെ ഭാഗമായി നടന്നു. കരകം ഒഴുക്കൽ ചടങ്ങോടെ 3 ദിവസത്തെ ഉത്സവ പരിപാടികൾ സമാപിച്ചു. ക്ഷേത്രത്തിൽ മാർച്ച് 1-ന് പ്രതിഷ്ഠാദിന ചടങ്ങുകളും മാർച്ച് 11-ന് സർപ്പബലിയും നടക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പുതിയറ BM UP സ്കൂൾ 148-ാം വാർഷികം ആഘോഷിച്ചു. ആഘോഷ പരിപാടികൾ അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും അരങ്ങേറി. പുതിയറ BEM UP സ്കൂളിന്റെ 148-ാം വാർഷികാഘോഷം അഹമ്മദ് ദേവർകോവിൽ MLA നിർവഹിച്ചു. ഒരു ദേശത്തിന്റെ അറിവിന്റെ ദീപ്തശോഭ നൽകിക്കൊണ്ട് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്കൂൾ എന്ന് നമുക്കറിയാം. തലമുറകൾക്ക് അറിവിന്റെ ബാലപാഠം ചൊല്ലിക്കൊടുത്ത് ഈ സ്കൂൾ അതിന്റെ പൂർണ്ണതയിൽ തെളിഞ്ഞു നിൽക്കുന്നത് നാം സംതൃപ്തിയോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. PTA പ്രസിഡന്റ് അരുൺകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാനാധ്യാപിക ലൈസമ്മ വർഗീസ് സ്വാഗത ഭാഷണവും റിപ്പോർട്ടും അവതരിപ്പിച്ചു. സിനിമാ പിന്നണി ഗായകൻ സിനോവ് രാജ്, തുള്ളൽ കഥകളി കലാകാരൻ കലാമണ്ഡലം പ്രക്ഷോഭ്, കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK നാസർ, SSG കൺവീനർ മുസമ്മിൽ PM, മുൻ പ്രധാനാധ്യാപിക ഷെറീജ ടീച്ചർ, സൂസൻ ആഗ്നസ്, ടീമ സുമൻ, ഷജീർ ഖാൻ, സ്മിത ലക്ഷ്മി, ഷൈനി റോസ്, ആൻസി ചീരൻ, അനിത റോസ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വിജയികളായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തമ്പിറോഡ് മുത്തുനിലം വയൽ ജനസേവ റെസിഡൻസ് അസോസിയേഷൻ 16-ാം വാർഷികം ആഘോഷിച്ചു. 48-ാം വാർഡ് കൗൺസിലർ T രജനി ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ ഇൻസ്പെക്ടർ ദിനേശ് കോറോത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബേപ്പൂർ തമ്പിറോഡ് ജനസേവ റെസിഡൻസിന്റെ 16-ാം വാർഷികം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. മുത്തുനിലം വയലിൽ നടന്ന സാംസ്കാരിക സമ്മേളനം 48-ാം ഡിവിഷൻ കൗൺസിലർ T രജനി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ
റെസിഡൻസ് മുഖേന നമ്മളെ ഈ പ്രദേശത്ത് റെസിഡൻസിന്റെ കുടുംബങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാണ്. എല്ലാ റെസിഡൻസും ഒരേപോലെയാണെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മളെ വാർഡിനകത്ത് 12 റെസിഡൻസ് ആണ് ഉള്ളത്. അതിൽ ചിലത് നല്ല ആ പ്രദേശത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തുന്ന റെസിഡൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒന്നും ചെയ്യാതെ റെസിഡൻസിന്റെ പേര് പറഞ്ഞ് ഒന്നും ചെയ്യാതെ വെറുതെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇരിക്കുന്ന റെസിഡൻസും ഉണ്ട്. ബേപ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ദിനേശ് കോറോത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശിവപ്രസാദ് പാട്ടയിൽ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി ശാരദ ബി അനുശോചന പ്രമേയവും സെക്രട്ടറി കെ ഷാജി റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ രാജഗോപാൽ കെ സി ബാബു, ഹരിദാസൻ പി, വനിതാ പ്രസിഡന്റ് KP പങ്കജം എന്നിവരും സംസാരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. വിവിധ സ്ഥാപനങ്ങളും സാംസ്കാരിക സംഘടനകളും റെസിഡൻസ് അസോസിയേഷനുകളും ആശംസകൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ബേപ്പൂർ വളണ്ടിയർമാർക്കുള്ള ശില്പശാല നടത്തി. നിസാർ കൊളായി കൊടിയത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ബേപ്പൂർ വളണ്ടിയർമാർക്കുള്ള ശില്പശാല കിപ്പ് ജില്ലാ സെക്രട്ടറി നിസാർ കൊളായി കൊടിയത്തൂർ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ യുവസമൂഹം സ്വന്തം വീട്ടുപരിസരങ്ങളിലെങ്കിലും കിടപ്പ് രോഗികളെ പരിചരിക്കാൻ സന്നദ്ധരാകണമെന്ന് ശില്പശാലയിൽ ആവശ്യമുയർന്നു. നമുക്ക് സമയബന്ധിതം ടൈം ബോണ്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. അങ്ങനെ ഹോം കെയറിൽ നിങ്ങൾക്ക് ടൈം ബോണ്ടായിട്ട് അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് ഒരു രോഗിക്ക് കെയർ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഇല്ല എങ്കിൽ അങ്ങനെ നിങ്ങൾ ടൈം ബോണ്ടായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനുള്ള തടസ്സം എന്താണ്, അതിനുള്ള പ്രയാസം എന്താണ്? പാലിയേറ്റീവ് സെക്രട്ടറി പേരോത്ത് പ്രകാശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുരളി ബേപ്പൂർ സ്വാഗതം പറഞ്ഞു. ഹരിദാസൻ നമ്പ്യാർ, CK പ്രകാശൻ, C ചന്ദ്രശേഖരൻ എന്നിവർ പ്രസംഗിച്ചു. ടി മുരളീധരൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമൂഹത്തിലെ അനാചാരങ്ങളും ക്ഷേത്ര ദർശനത്തിലടക്കമുള്ള അലിഖിത നിയമങ്ങളും ഇല്ലാതാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ്. അത്തോളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രഥമ സൂര്യകിരീടം അവാർഡ് സമർപ്പണം. FPO മേള 2025 പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട്ട് സംസ്ഥാനതല FPO മേള ഫെബ്രുവരി 21 മുതൽ 23 വരെ. പയ്യാനക്കൽ കോയവളപ്പിൽ നിർധന കുടുംബത്തിലെ വീട്ടമ്മയ്ക്ക് CSCO അഭയം പദ്ധതിയിൽ വീടൊരുങ്ങുന്നു. ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ അലോക ഫെബ്രുവരി 22-ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.